കുഴപ്പമില്ലാത്തൊരു തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ വലിയ തണുപ്പില്ല, എന്നാലും പറഞ്ഞോ. നമ്മള് ശരിക്കും പറഞ്ഞ ഇത്ര നാളോട് രാത്രി ഇപ്പഴും നടന്നു വന്നല്ലേ. തീ കഴിയണത് എടി തണുപ്പ് ഓക്കെ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് ആക്ച്വലി നമ്മുടെ 2024 ലാസ്റ്റ് വീഡിയോ അല്ലായിരുന്നു. പിന്നെ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്കിവിടെ ന്യൂ ഇയറിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. 2 മണിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യും. എൻ്റെ ഒച്ച കുറച്ച് അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. കപ്പക്കെട്ട് ജലദോഷം മാറിയിട്ടില്ല. അപ്പോൾ 2 മണിക്ക് ഇവിടുത്തെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. 12 മണിക്കാണ് ഇവിടുത്തെ ഫയർ വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഈവനിങ് ഷിഫ്റ്റാണ്, 10 മണി വരെ ഉണ്ട്. അപ്പോൾ അവനും കൊച്ചും കൂടി ചിലപ്പോൾ ഒരു 4 മണിക്കാകുമ്പോഴത്തേക്കും ഇതാറ് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോകുമായിരിക്കും കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അന്ന് എടുത്തോളൂ, ഞാൻ വീട്ടിലേക്ക് പോവുക. അപ്പോൾ 12 മണിക്ക് ഫയർ വർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തായാലും വന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ക്യാബിനാണ് പോകുന്നത്. ബുക്ക് ചെയ്തിട്ടുണ്ട് ക്യാബ്. അപ്പോൾ അത് താഴെ വരും. എന്നെ കൊണ്ടുവരാനുള്ള സമയം അവരില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പഴയ കാണാം. ഹലോ. അപ്പോൾ ഞാൻ ജോലിക്ക് പോയി വരെയുള്ള ഒരു ഇൻട്രോ മാത്രമേ നിങ്ങൾ കണ്ടോളൂ. അത് കഴിഞ്ഞിട്ട് അപ്പനും മോളും പോയില്ല പുറത്ത്, ഞാൻ പോകാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും കൂടി വന്ന് ജോയിൻ ചെയ്തിട്ട് ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഡ്രസ്സ് മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങാനാണ് കേട്ടോ നിൽക്കുന്നത്. ആബി ഓൾമോസ്റ്റ് അവിടെ റെഡിയായി പുറത്തേക്ക് പോകാനായിട്ട് നിന്ന് തുടങ്ങി. ഏകദേശം ഇപ്പോൾ ഒരു 11:15 ആയിട്ടുണ്ട്. നമുക്കെന്തെങ്കിലും പോയി നോക്കാം അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി കഴിഞ്ഞോ തുടങ്ങിയോ അതോ തീരാറായോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ലെറ്റ്സ് ഗോ. അയ്യോ, എടുത്തോ പോട്ടെ. വെയിറ്റ് ചെയ്യ്. അപ്പം വരട്ടെ. ആബിയുടെ പുതിയ ജാക്കറ്റാണ് കേട്ടോ ഞങ്ങൾ മേടിച്ച് ഫസ്റ്റ് ടൈം അവളെ ഇടിപ്പിക്കുന്നത്. ഓക്കെ താങ്ക് യു. ആബി എന്നും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളെന്നും ഈ സ്റ്റെപ്പ് ഇറങ്ങി തുടങ്ങുമ്പോഴത്തേക്കും അത് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഉമ്മ വരും. ആബി തണുപ്പുണ്ടല്ലോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ വലിയ തണുപ്പില്ല, എന്നാലും ഉണ്ട്, ചെറിയ തണുപ്പുണ്ട്. നമ്മൾ ലൈറ്റ് ഇട്ടില്ല കേട്ടോ ഇന്ന് പുറത്തേക്ക് ഇറങ്ങി. പല നമ്മളെ അപ്പാർട്ട്മെന്റിലൊക്കെ ലൈറ്റ് ഇടാറുള്ളതാണ്, ഇട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ന്യൂ ഇയർ ഞാൻ നേരത്തെ പോയായിരുന്നു. നീ അന്നേരം മെറ്റേണിറ്റി ലീവിലല്ലായിരുന്നോ? ഇല്ല, ഞാൻ നേരത്തെ ഇറങ്ങിയിട്ട് വിഷ്ണുവിൻ്റെ ഒക്കെ വീട്ടിൽ പോയി കള്ളുടിക്കാൻ പോയി. പുറകിലാണോ നീ ഇരിക്കണേ? ഞാൻ ബാക്കിലിരിക്കാം. കൊണ്ട് അമ്മ വരും ഞാൻ മടിയെടുത്തോളാം. റിവർ വ്യൂടെ അവിടെ കൊണ്ടുവരണോ? റിവർ വ്യൂവിൽ നടക്കാൻ പറ്റില്ല. ഞങ്ങൾ വിഷ്ണുവിൻ്റെ വീട്ടിൽ വന്ന് മണ്ടിട്ടിട്ട് ഇവിടെ നടക്കാനുള്ള പ്ലാനിങ് അവിടെ ഇരിക്കുന്നത്. അവരൊക്കെ അവിടെ നടന്നുള്ളൂ. തണുപ്പുണ്ട്, അതുകൊണ്ട് ആബീനെയും കൊണ്ട് നടന്നു കഴിഞ്ഞ സീനാണ്. ഒരു 500 മീറ്റർ. അപ്പോൾ അതേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ പ്രാവശ്യവും നമ്മൾ വണ്ടിക്കാ പോവാറ്. ആൾക്കാരൊക്കെ ഇവിടെ വണ്ടി ഇട്ടിട്ട് നടക്കും. അത് വെച്ചാൽ അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് റോഡ് മൊത്തം വണ്ടിയിൽ പാർക്ക് ചെയ്തിട്ടല്ലേ. അവിടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ആബീനെ ഞങ്ങൾ എടുത്ത് അല്ല, ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് തണുപ്പ് മാറി. അത്രയൊക്കെ ക്രൗഡുള്ളതുകൊണ്ടേ പറഞ്ഞോ. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇത്ര നാളോട് രാത്രി ഇപ്പോഴും നടന്നു വന്നല്ലേ. ക്രൗൺ പ്ലാസ ഉണ്ടോ? അത് ക്രൗൺ പ്ലാസ, അവിടെ ഹിൽട്ടൺ ഗാർഡൻ, പിന്നെ അവിടെ ഹയാത്ത്. ഇവിടെ ഹയാത്ത് ഉണ്ട് കേട്ടോ. നമുക്ക് ക്രോസ് ചെയ്യാം. ഇവിടെയൊക്കെ പാർക്കിങ് മാറുള്ളൂ, ഒരു സ്ഥലമില്ല. ഇത് പുതിയ ഒരു സ്പോർട്സ് ബാറാ തന്നെ.
നീ ഗ്ലൗസ് ഇടാ നിനക്ക് നല്ലത്. നമ്മളെത്തി. അവിടെ ബാൻഡ് ഉണ്ടായിരുന്നു, അത് അവിടെ ബാൻഡിന് 2 മണിക്ക് തുടങ്ങിയതാ. അതേ ബങ്കർ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റിലൂടെ ആൾക്കാർ തീ ആയാണ്ട് അത് എടി തണുപ്പ് ഇവിടെ ആൾക്കാർ തീ ആയാണ്ടോ. നിങ്ങളുടെ ഒതുങ്ങി നടക്കുക ആൾക്കാർ ബാക്കില്. ഓ തീ ആയാണ്ടോ അവിടെ. ഇത് അതിനു വേണ്ടി ഉണ്ടാക്കിക്കണോ? ആ അതിനു വേണ്ടിട്ട് തീ ആയാൻ വേണ്ടിട്ട്. ഹാപ്പി അവർ 11 AM to 6 PM. അങ്ങനത്തെ സ്ട്രോളർ കൊണ്ടുവന്നതായിരുന്നു. ഷോൾഡർ കൂട്ടുന്ന മതിയായിരുന്നു ആബിക്ക്. ഷോൾഡർ അല്ലേ? ആ ശരി. അവന്മാരും എന്ത് ചെയ്യണാവോ? അവര് മഞ്ഞുള്ളായിരിക്കും ബാക്കി. അവന്മാര് പയ്യെ ചില്ലിയത് തന്നെ. അതാ പുക വേണ കിട്ടി. കഴിഞ്ഞ കൊല്ലായിരുന്നു, നീ ഓർക്കണോ? കഴിഞ്ഞതിന് മുമ്പത്തെ കൊല്ലായിരുന്നോ? കഴിഞ്ഞ ഹാപ്പി ടൂർ എന്നിട്ട് ചെറുപ്പം ഫോട്ടോ എടുത്തല്ലേ കെട്ടിപ്പിടിച്ചത്. ആ ശരിയാ ശരിയാ. വേണ്ടോ? ആപ്പിക്ക് വളം മേടിച്ചെന്ന മാമൻ ഓർമ്മയുണ്ടോ? താടി പഠിച്ചല്ലോ. ചങ്കോ ഒന്ന് ഫേസ് ഓഫ് ചെയ്യണ്ടോ? ചങ്കുനെ കാണാനില്ല, തൊപ്പി ഉഡിയൊക്കെ വെച്ച്. ഫൈസൽ വിളിക്കണ്ടല്ലോ, ഫൈസലായിരിക്കണം. എവിടെ മോനെ? ഞങ്ങളാ ഇതിന്റെ കരാബാസിന്റെ ഫ്രണ്ടിലേക്ക് വന്നു, റോഡ് ക്രോസ് ചെയ്ത്. ആ ഓക്കെ. ആ ഓക്കെ ആയിക്കോട്ടെ. ആ ഇവിടെ ക്ലോസ്ഡാ, വഴിയില്ല അത് കൂടെ. വാ, ഫൈസൽ അവിടെ കണ്ട് നിൽക്കുന്നുണ്ട്, അവിടെ കണ്ട് നിൽക്കുന്നുണ്ട്. അടിപൊളിയല്ലേ നമ്മള്? ഈ ബാൻഡ് ഉച്ചക്ക് 2 മണിക്ക് എങ്ങനെ തുടങ്ങിയതാന്നുള്ളേ? ആ 2 മണിക്ക് തുടങ്ങിയതാ. ഫൈസലൊന്ന് പകർത്തി വിട്, ഫൈസലൊന്ന് ക്യാമറ പിടിക്കാൻ പറഞ്ഞ. കുളിക്കലല്ലേ? ഹയാത്തിന്റെ ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞായിരുന്നു. ആ ചേട്ടനോട് പറയ് റൗണ്ടിന്റെ ഇപ്പഴാന്ന് പറ. ഈ റൗണ്ടിന്റെ ഇപ്പഴ ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞു കൊടുത്തേ. ആ അതെ. ആ കമാൺ അവന്മാരുണ്ട്, വാ വാ. പാട്ടൊരു സൈഡിൽ നിങ്ങൾ ആ അതെ, അവിടെ കൊറേ പേര് മറ്റേ തണുപ്പത്ത് ചൂട് പിടിച്ചോണ്ടിരിക്കണുണ്ടോ? ജാക്കറ്റിനെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. തണുപ്പടിക്കൂടെ, അതാ. ഒന്നും കണ്ടില്ല. അല്ല അക്കരെ പോയി നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു കാണായിരുന്നോ? ഇത് പൊട്ടുക വേണ്ട, ഞങ്ങൾ നോക്കുന്നത് അങ്ങോട്ട്. ഞങ്ങള് കാർ നോക്കി ഇപ്പൊ പൊങ്ങപ്പോ അവിടെയാ, പക്ഷെ ഇത് ഇവിടെ ആയിരിക്കും. ഒരു തീയായിരിക്കണ്ടോ? ഒന്നും നടന്നില്ല. പണിയും പോയി ഇവിടെ വന്നു, ഒരു
പണിയില്ലാതെ അടുക്കളയിലേക്കുള്ളൂ. സമയം 11:51. 10 മിനിറ്റ് ഉള്ളൂ, 9 മിനിറ്റ് ഉള്ളൂ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ. എത്ര പേരാ നോക്കി. ഹയാത്തിൽ മുറിയെടുക്കാറുണ്ട്. ആകെ നല്ലത് ഈ കൊല്ലത്തിൽ നടന്നത് കല്യാണം മാത്രമാണ്. വേറൊരു ഡിസിഷനും കൊടുക്കുന്നത്. വെറും 3 നിമിഷങ്ങൾ മാത്രം 2025 കടക്കാനായിട്ട്. വിഷ്ണു അതെ 59 ആയിട്ടോ. 2029 ലാസ്റ്റ് മിനിറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തോ? അതെ, എന്തിനും പറയാനോ എനിക്ക്. കൗണ്ട് പറയാം അവിടെ. 36, 35, 34, 33, 32, 31, 30, 29. 28. എല്ലാരും കുന്തത്തിന്റെ മുകളിൽ കയറി നിൽക്കട്ടോ. എവിടെ പോട്ടെ? 20. ആ 10 തുടങ്ങി. 14. 8, 6, 5, 4, 3, 2, 1. Happy New Year! ഒച്ചയില്ലാത്ത സൈലന്റ് ഓടിയാ. ഫോട്ടോയോ? ഇത് കിട്ടുവോ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ. അബിഗേലിന്റെ രണ്ടാമത്തെ വർഷം. രണ്ടാമത്തെ വർഷം. 2. അപ്പൊ ഓക്കെ, ബൈ ബൈ. ഹാപ്പി ന്യൂ ഇയർ. ഈ വീഡിയോ കൂടെ എടുക്കും. എല്ലാവരും പിരിയുന്ന വീഡിയോ കൂടെ എടുക്കും. പൈസല് വേറെ ദിശയിലേക്ക് പോണേ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ശരി എന്നാ. നിങ്ങൾ എങ്ങനെ പോവും? പയ്യെ പോയാ മതി. എനിക്ക് ഫോട്ടോ എടുക്കണമായിരുന്നു അവിടെ. ഭയങ്കര തിരക്ക്. ക്രൗഡിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഞെരുങ്ങി പോവും ഇടയിൽ വെച്ച്. ഒരു നല്ല ഫോട്ടോ എവിടെ നിന്ന് കിട്ടും? ഞങ്ങൾ ചിലപ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോകണം. ഭയങ്കര തണുപ്പാകും. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നില്ല. കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തോളൂ. എൻ്റെ വരെ മൂക്ക് ചുവന്ന്. അപ്പോൾ കൊച്ചിൻ്റെ അവസ്ഥ അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ. എല്ലാവരും പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി. തണുപ്പ് ആർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാ വർഷത്തെക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു ന്യൂ ഇയർ അല്ലേ പ്രാവശ്യം? എന്താ നമ്മള് ഈ പ്രാവശ്യം വണ്ടി എടുത്തില്ലെങ്കിൽ കറങ്ങി നടന്നില്ല, നടന്നു നടന്നില്ല. ഞങ്ങൾ നടന്നു. ഞങ്ങള് തിരിച്ച് വിഷ്ണുവിന്റെ അടുത്ത് എത്തിട്ടോ വണ്ടി എടുക്കാൻ വേണ്ടിട്ട്. ആബി വിഷ്ണു തുടങ്ങി അല്ലേ? ആബിക്ക് വെച്ച് തുടങ്ങി. ആബി കരച്ചിൽ തുടങ്ങി. വെയിറ്റ് മൂക്കിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി. നിനക്കോ? എനിക്കതെ ഭയങ്കര തലപ്പെട്ടു. ഞങ്ങള് അങ്ങോട്ടേക്ക് നടന്നു പോയപ്പോ ഇത്ര ഉണ്ടായില്ല. പക്ഷെ അവിടെ ചെന്ന് നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്റെ പൊന്നെ പക്ഷെ അതിന് ടെമ്പറേച്ചർ ഇല്ല.
7 ഡിഗ്രിയോ എനിക്കറിയാം മഞ്ഞെല്ലാം കിടന്നിട്ടേ മെൽറ്റായി അങ്ങനെ തണുപ്പിന്റെ ഇതായിരിക്കും നോക്കും. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലായിരുന്നു. കൗണ്ട് ഡൗൺ ഒക്കെ രസമായിരുന്നു അല്ലേ? ഇപ്പൊ ഞങ്ങൾ ചുമ്മാ 2024 അവസാനിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ന്യൂ ഇയറും ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. അതെ അതെ, ന്യൂ ഇയർ ഇവിടുത്തെ ന്യൂ ബ്രോഡ്സിക്കിലെ ന്യൂ ഇയർ സെലിബ്രേഷൻ അത്രേ ഉള്ളൂ. അതെ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയും അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.